Hello guys, welcome back to my YouTube channel. നമ്മൾ റെഡി ആയിട്ട് പോകുന്ന വേറെ എവിടേക്കല്ല, അശ്വിൻ്റെ വീട്ടിലേക്കാണ്. നമ്മളുടെ ഫ്ലാറ്റിൻ്റെ മുമ്പുള്ള കാഴ്ച കേട്ടോ. ഇതൊരു ഫീൽഡാണ്, അവിടെ ഇടയ്ക്ക് കുറേ മയിലൊക്കെ വരാറുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ അശ്വിനെ വിളിച്ചു. അപ്പോൾ അശ്വിൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് അശ്വിൻ്റെ വീട്. അതിൻ്റെ ഇടയിൽ അവരുടെ വീടിൻ്റെ അടുത്ത് കുറേ ബോഗൻവില്ലേൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ കുറച്ച് ഫോട്ടോ എടുത്തു. നമ്മളല്ല, ഞാൻ കുറച്ച് ആടിപ്പാടി ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് അശ്വിൻ്റെ വീട്ടിലേക്ക് തന്നെ നടന്നു. ഓൾറെഡി ഞാൻ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അശ്വിൻ്റെ വീട്. നമുക്ക് നമ്മളതെന്ന് പറഞ്ഞ് കയറി ചെല്ലാവുന്ന കുറച്ച് വീടുകൾ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകാറുണ്ട്. നമ്മൾ അശ്വിൻ്റെ വീട്ടിലാണ്. അങ്ങനെ അവിടെ നിന്ന് അശ്വിൻ ഞങ്ങൾക്ക് കട്ടനും മിക്സ്ചറും ബിസ്ക്കറ്റൊക്കെ തന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാതിലൊക്കെ പൂട്ടി അവരവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇറങ്ങി. അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ പോയത് വേറെ എവിടേക്കല്ല, ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. ലീവുള്ള ഡേ ആയതുകൊണ്ട് തന്നെ അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ പറയാറില്ലേ, ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടാവാറുണ്ടെന്ന്, അതുപോലത്തെ ഒരു സംഭവം. അങ്ങനെ നമ്മൾ കാറും പാർക്ക് ചെയ്ത് ഇറങ്ങി. എന്നിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ ഉള്ളിലേക്ക്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. നമ്മൾ വലിയ ഡിസ്കഷൻ ചെയ്യുന്നു, ചെറിയ ട്രോളി എടുത്താൽ മതി. സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞ തീമിൽ കുറേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു എല്ലാം കാണാൻ. ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് വാങ്ങാന്ന് വിചാരിച്ചിട്ട് എടുത്തത് ഇത്രയും വാങ്ങിച്ചു. പാരസെറ്റമോൾ ജലദോഷത്തിനല്ല. എന്താ പറഞ്ഞേ? തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേർച്ച് ഉണ്ടായിരുന്നു. അനു ഇതുവരെ അവിടെ കയറിയിട്ടില്ല. അപ്പം നമ്മൾ അവിടെ കയറി അനുവിനെയും കൊണ്ട് ഉള്ളിൽ കയറി അവിടെ പ്രാർത്ഥിച്ചൊക്കെ ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡാക്കി. നമ്മളിവിടെ ഇറക്കിയിട്ട് അവർ വേറെ വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു, അശ്വിനും നിഷ്ണേട്ടനും.
അപ്പോൾ അവർ വരുന്നവരെ നമ്മൾ ചേർച്ചിൻ്റെ ഉള്ളിൽ വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു വിളിച്ചപ്പോൾ നമ്മൾ തിരിച്ചു വീണ്ടും അവർ നമ്മളെ പിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ അവരുടെ വീട്ടിലേക്കാണ് പോയത്. ചോറുണ്ടാക്കി കൊണ്ടു കൊടുക്കണോ? വയസ്സാകാലത്തൊരു കല്യാണം കഴിഞ്ഞ് ഗൈസ് ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.